നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 1/4 കോടി രൂപ കൈ നീട്ടി വാങ്ങുമ്പോ 1/4 ഇഞ്ചിന്റെ ഗുണമുള്ളവന്മാരെ വേണ്ടേ എന്റെ മുന്നിലേക്ക് എഴുന്നള്ളിക്കാൻ? എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് മേഘൻ സാർ. ആ ഹൈദർ അലി ഹൈദർ അലി ഹൈദർ അലി ഹൈദർ അലി ഒന്ന് നിർത്ത്, മതി. ആ ഭൂലോക ഫ്രോഡിന്റെ പേര് ഇനി മേലാൽ പറയരുത്. തന്റെ കഴുത്തിന് പിടിച്ച് ഗേറ്റിന് വെളിയിൽ തള്ളിഞ്ഞാൻ. സാർ പ്ലീസ്, അയാളൊരു DYSP ആണ്. തേങ്ങാ കൊലയാണ് മാങ്ങാ തൊലി. പണം എറിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു പിടിക്കാനും ഈ മേഘനാഥൻ അറിയാം. DYSPയെക്കാളും മുന്തിയവന്മാരെ ഉപയോഗിച്ച്. എന്താ സംശയമുണ്ടോ തനിക്ക് മിസ്റ്റർ DYSP? മേഘൻ പ്ലീസ്. താനും തന്റെ മറ്റവന്മാരും കൂടി വിറച്ചുകൊണ്ട് എന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. എഴുതിയെടുത്തതും എണ്ണി വാങ്ങിയതും എല്ലാം. അല്ലെങ്കിൽ ഈ തൊപ്പി തെറിപ്പിക്കും ഞാൻ. എന്താ കാണണോ? കാണണോന്ന്? മേഘൻ സാർ പ്ലീസ്, നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യം വിട്ടേക്ക്. എനിക്കൊരു അല്പസമയം താ. ഞാൻ ഉണ്ടാക്കി തരാം ഇതിനൊരു പോംവഴി. തന്റെ ആരാധനാ പുരുഷനായിരുന്ന ഹൈദരലി സാറ് മറിച്ചിട്ട് മറിയാത്ത എന്ത് മലയാണോ ഇനി താനായിട്ട് മറിക്കാൻ പോകുന്നത്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നും എവിടെയാ അന്വേഷിക്കേണ്ടതെന്നും. വിത്തിൻ 24 hours അതിനകം ഞാൻ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അമ്മയാണ് സത്യം. സാർ എന്നെ വിശ്വസിക്കണം പ്ലീസ്. വേണ്ട വേണ്ട, ഇനി അധിക പ്രസംഗമൊന്നും വേണ്ട. പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയണം. പറ്റുമോ നിങ്ങൾക്ക്? പറ്റും സാർ, തീർച്ചയായും. പക്ഷേ എന്നെ വിശ്വസിക്കണം, സപ്പോർട്ട് ചെയ്യണം എല്ലാ അർത്ഥത്തിലും. എന്താടോ തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. പറയാനുണ്ടെങ്കിൽ അങ്ങ് പറയാൻ മണിച്ച. തൃപ്പങ്ങോട്ടെ മഹാരാജാവ് മുഖതാവ് കൊണ്ട് ചോദിച്ചതല്ലേ? എന്നാ DYSP സാർ ചെല്ലാൻ നോക്ക്. എല്ലാം ശരിയാക്കിയിട്ടേ ഇനി എന്റെ മുന്നിൽ വന്ന് നിൽക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പദവിയും തൊപ്പിയൊന്നും നോക്കില്ല ഞാൻ. കാല് പൊക്കി ചവിട്ട് ഞാൻ. യു ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. താനെന്താടോ ആരെങ്കിലും പുറത്തു നിന്ന് വന്നാ കയ്യും കലാശവും കഥകളിയായിട്ട് ഇറങ്ങുന്നത്? തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മണിച്ചനല്ല കുഴപ്പം, നിനക്കാ മേഘനാഥാ. അത് പറയാനും തിരുത്താനുമാ മണിച്ചനും ഞാനും ഒക്കെ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കാതെ വിഡ്ഢിവേഷം കെട്ടാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് നീയാ. മനസ്സിലായില്ല. പറഞ്ഞു കൊടുക്കും മണിച്ച, നീ എന്തായിരുന്നു പറയാൻ ശ്രമിച്ചതെന്ന്. എന്താടോ താൻ എഴുന്നള്ളിക്കാൻ വന്നത്? പറഞ്ഞ് തൊലയ്ക്കങ്ങോട്ട്. DYSP സാറിനെ വിശ്വസിക്കല്ലേ സാർ? കാര്യം എന്താ? വർഷം കുറെ ആയിട്ട് അയാള് സാറിന്റെ തോളെ ചാരിച്ചാരി നടക്കയില്ലേ, ഒരുമാതിരി ചോര കുടിക്കുന്ന വർഗങ്ങളെ പോലെ. പണമായിട്ടും മദ്യമായിട്ടും ആഹാരമായിട്ടും എന്തുമാത്രം ഊറ്റിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഒരിക്കലുമില്ല, ഒരിക്കലും. ആ രാധയെ കണ്ടുപിടിക്കാൻ ഇയാളെ കൊണ്ട് ഒരിക്കലും കഴിയൂല സാർ. ആ പേരിലും സാറിന്റെ കുറച്ച് കാശ് പോയി കിട്ടും, അത്രേ ഉള്ളൂ. സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എല്ലാം ധൂർത്തടിച്ച് തീർക്കാൻ ഒരു വഴിയായില്ലേ മണിച്ച? ഭൂലോകത്തൊന്നും ഇല്ലാത്തൊരു അപ്സരസ് രാധ. അവളുടെ മുടിനാര് പൊന്നിലും കണ്ണുനീര് പവിഴത്തിലും ചിരി പുഷ്യരാഗത്തിലും തീർത്തിരിക്കുന്നതല്ലേ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് കണ്ടുപിടിക്കാൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? പകരം തരാൻ ഒന്നുമില്ലാതെ പോയി. இங்க யாராவது ஏதாவது கேட்டாச்சா? ഇത് സ്വീകരിക്കണം, വേറൊന്നും തരാനില്ല.
വേണയ്യ ഇത് നീങ്ക കയ്യിലേ ഇരിക്കട്ടു. വാങ്ങിച്ചെന്നല്ലമ്മ, സന്തോഷത്തോടെ തന്നെയാ തരുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ എന്തെല്ലാം ചെയ്തു തന്നു. മുറിവേറ്റ് കിടന്നെടുത്ത് നിന്നും ജീവൻ തന്നെ തിരിച്ചു തന്നില്ലേ? அது நம்ம காடோட நியமம். மனுஷனா இருந்தாலும் மாங்குட்டியா இருந்தாலும் முருகு பத்தியா உதவி செய்யணும். எல்லாவங்களும் அம்மா மக்கள் தானே. நல்லா வரட்டும். பொருத்தமான தம்பதிகள் பல்லாண்டு வாழ்க. நல்லா வரட்டும். ഉച്ചമാളി അമ്മനോട് അനുഗ്രഹം கிடைக்கும். എല്ലാവരോടും നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. அப்படி நன்றி கின்றி எதுவும் வேணாம். இந்த பொண்ணு நம்ம பொண்ணு மாதிரி. இவ்வளவுதான் உன்னோட ஐஸ்வர்யம். இவளை மரியாதை கொடுத்து பார்த்து கண்கலாம வச்சு நிறைய வருஷம் வாழ வேணும். நல்லா இருக்கட்டும். അങ്ങനെ നമ്മൾ ഉച്ചുമാളി ഊരി വിട്ടു. ഇനി പാരലൽ സർവീസുകാരുടെ ജീപ്പ് കിട്ടണം നാട്ടിലേക്കുള്ള ബസ് കിട്ടുന്ന സ്റ്റേഷനിലെത്താൻ. സത്യം പറഞ്ഞ ഒരു വിഷമം പോലെയുണ്ട്. ഭൂമിയുടെ മടിത്തട്ടിൽ എന്ന പോലെ ജീവിക്കുകയായിരുന്നു 1-2 ദിവസം. ശരിക്കും പറഞ്ഞ ഭൂമിയുടെ മക്കളെ പോലുള്ള ആൾക്കാരും. സത്യം ഓർത്തു നോക്കുമ്പോ എല്ലാം ഒരു അത്ഭുതം പോലെ അല്ലേ? ഇതൊരു നിയോഗം പോലെയാ എനിക്ക് തോന്നുന്നത്. സംഭവിക്കേണ്ടിയിരുന്ന എന്തോ സംഭവിച്ചു, അത്ര തന്നെ. അല്ല, എങ്ങോട്ടാ നേരെ നമ്മളീ പോന്നെ? നാട്ടിലെന്റെ വീട്ടിലേക്ക്. അല്ലാതെ ഇവിടെ. അല്ല, നാളെ അവിടുന്ന് എല്ലാവരും കൂടി തിരിച്ചു പോരാൻ തീരുമാനിച്ചിരിക്കുക അല്ലേ? അത് വേണമെങ്കിൽ മാറ്റിവെക്കാലോ. ഏയ്, അത് വേണ്ട. തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. വരുന്നില്ലേ? എന്താ കാര്യം? ഒന്നാമത് ഞാൻ വല്ലാതെ തളർന്നിരിക്കുക പ്രസാദേട്ടാ. കുറച്ചുകൂടി ഉന്മേഷത്തിലും പ്രസരിപ്പിലും വേണം എനിക്ക് ആദ്യമായിട്ട് പ്രസാദേട്ടന്റെ വീട്ടിൽ വരാൻ. മാത്രവുമല്ല, നമ്മൾ ഇങ്ങനെ കയറി ചെന്ന ഒരുപാട് ചോദ്യങ്ങളും പറച്ചിലും ഉണ്ടാവും. എന്താ താമസിച്ചത്, എത്ര ദിവസമായി വിളിച്ചിട്ട് എന്നിങ്ങനെ. അതുറപ്പാ, മറുപടി പറഞ്ഞ് തളരും. ഒരുപാട് കള്ളവും പറയേണ്ടി വരും. ഇതിപ്പോ പ്രസാദേട്ടൻ തനിച്ചു ചെന്നാ ഞാൻ വരാത്തത് എന്താണെന്നേ ചോദിക്കൂ. എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും പറ്റും. വെറുതെ അവരെ വിഷമിപ്പിക്കേണ്ടി വരില്ല എന്ന് സാരം. അപ്പോ ഞാൻ തനിച്ചങ്ങോട്ട് പോകണമെന്നാണോ താൻ പറയുന്നേ? അതെ, ഞാൻ മടങ്ങിപ്പോകാം. പ്രസാദേട്ടനെ മുഷിഞ്ഞ വേഷമൊക്കെ മാറ്റി സമാധാനമായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി മറ്റുള്ളവരെയും കൂട്ടി വരണം. എന്തു പറയുന്നു? ചെയ്യാൻ പറ്റുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.